കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇതേ കണക്കുണ്ട് ഈ ഷഫീന ബീബിയുടെ ഉണ്ടെങ്കിൽ ചാനലിൽ കൂടെ ഒരുപാട് പേരുണ്ട് ഇതേ കണക്ക് വന്നിട്ടുണ്ടെങ്കിൽ രേണുവിനെ കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിപ്പുണ്ട്. അത് ഭയങ്കര മോശമുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടേ ഇരുന്നത്. സാധാ രീതിയിലുണ്ടെങ്കിൽ രേണുവിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ തന്നെ റിയാക്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ആ സമയത്ത് റിയാക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇത് കണ്ടപ്പോഴത്തേക്കുണ്ടെങ്കിൽ ആൾക്കാർ പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് എന്തുകൊണ്ടാണ് രേണു ഉണ്ടെങ്കിൽ പ്രതികരിക്കാത്തത്, സാധാ രീതിയിൽ ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ വന്നാൽ ഉടനെ പ്രതികരിക്കുന്നേ അല്ലയോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വട്ടം പ്രതികരിച്ചില്ല. കാരണം എന്താണെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതിനൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് കൊണ്ട് ഈ നേരത്തെ രേണുസുതി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഷഫീനെ കുറിച്ചുള്ള കാര്യം തനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, അവരുടെ ചാനലിലൂടെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവർ പണ്ട് തൊട്ടേ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, താനുണ്ടെങ്കിൽ അതിനൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാൻ പോകുന്നില്ല, എന്ത് വേണമെങ്കിലും പറയട്ടെ, അതിനൊന്നും പ്രശ്നമില്ലെന്നുള്ള രീതിയിൽ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്തായിരുന്നാലും ആ കാരണം കൊണ്ട് തന്നെയാണ് രേണു ഉണ്ടെങ്കിൽ റിയാക്ട് ചെയ്യാത്തതെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. എന്തായിരുന്നാലും ശരി, ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇതിനെപ്പറ്റി സംസാരം പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്തായിരുന്നാലും രേണു ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് റിയാക്റ്റ് ഒന്നും ചെയ്തില്ല, പഴയ കാര്യങ്ങൾ മാത്രമേ ഇതേ കണക്ക് പറഞ്ഞിട്ടുള്ളൂ. എന്തായിരുന്നാൽ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഒന്നും പ്രത്യേകിച്ച് പറയാതെ ഇരിക്കുന്നത്.